സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എങ്ങനെ പോകാം, ആ പോകുന്ന വഴിയിൽ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾക്ക് കാണാനുള്ളത്, എന്തെല്ലാം പ്രകൃതി രമണീയമായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ അത്ഭുതങ്ങളുമാണ് ഈ വഴി നമ്മൾക്കായി സമ്മാനിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാനൊരു മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് നിലമ്പൂർ വഴി നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ ടച്ച് ചെയ്ത് മുതുമല ടൈഗർ റിസർവിലൂടെ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ റോഡ് സവാരികളിൽ ഏറ്റവും മനോഹരമായ ഒരിടമാണ് നിലമ്പൂരിന്റെ കനോപ്പി ഉൾക്കൊള്ളുന്ന ആ ഒരു ഏരിയ. രണ്ട് സൈഡുകളിലും വനങ്ങളാൽ നിബിഡമായ റോഡുകളും അതുപോലെ തന്നെ കച്ചവടങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലം. അത് പിന്നിട്ട് വൈക്കടവും പിന്നിട്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് നാടുകാണി ചുരത്തിലേക്കാണ്. ഏകദേശം 12 ഹെയർ പിന്നുകളുള്ള 20 കിലോമീറ്റർ ദൂരദൈർഘ്യമുള്ള ഈ നാടുകാണി ചുരം വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളുമാണ് സമ്മാനിക്കുന്നത്. ഈ ചുരത്തിന്റെ പകുതി ഭാഗം കേരളത്തിലും പകുതി ഭാഗം തമിഴ്നാട്ടിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആയിട്ടുള്ള 28 ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. വയനാട് ചുരത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവും വീതി കുറവുമായിട്ടുള്ള ഒരു ചുരമാണ്. എങ്കിലും നല്ല മനോഹരമായ കാഴ്ചകളും വ്യൂ പോയിന്റുകളും എല്ലാം സമ്മാനിച്ച് നല്ല ആസ്വദിച്ച് തന്നെ യാത്ര ചെയ്ത് കയറി പോകാൻ പറ്റുന്ന ഒരു ചുരമാണ് ഈ ചുരം. ഇതിന്റെ റോഡുകളും അതുപോലെ തന്നെ സൈഡുകളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ചുരം കയറിക്കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നെത്തുന്നത് നാടുകാണി എന്ന സ്ഥലപ്പേരുള്ള ഒരു ചെറിയ അങ്ങാടിയിലാണ്. അത്യാവശ്യം വേണ്ട ഹോട്ടലുകളും ചായക്കടകളും എല്ലാം ഉള്ള ഒരു സ്ഥലം. പെട്രോൾ പമ്പും അവിടെയുണ്ട്. നമുക്ക് വണ്ടിയിൽ വേണ്ട രീതിയിൽ പെട്രോൾ അടിക്കാനുമുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ഒരു റോട്ടിലൂടെ പിന്നിട്ടാൽ നമ്മൾ എത്തുന്നത് രണ്ട് ഭാഗം തേയിലത്തോട്ടങ്ങളുള്ള വനങ്ങളെന്ന പോലെ തോന്നിപ്പിക്കുന്ന ഒരു വഴിയിലൂടെയാണ് വീണ്ടും നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ ചെന്നെത്തുന്നത് ഗൂഡല്ലൂർ എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇടത്തെ ഭാഗത്തേക്കാണ് വാഹനം തിരിക്കേണ്ടത്. അവിടുന്ന് നമ്മൾ NH 181 കയറി മൈസൂർ റൂട്ടിലേക്കാണ് പിന്നീടുള്ള നമ്മുടെ യാത്ര. ഈ റോഡിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ മുതുമല ടൈഗർ റിസർവിന്റെ ഗേറ്റിൽ എത്തും. ഇതാണ് ടൈഗർ റിസർവിലേക്കുള്ള ഗേറ്റ്. ഈ ഗേറ്റ് പിന്നിട്ട് ഈ റോഡ് നേരെ പോകുന്നത് മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലേക്കാണ്. ഈ റോഡിലൂടെ ഏകദേശം നമ്മളൊരു 15 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ജംഗ്ഷനിൽ എത്തും. ആ ജംഗ്ഷനിൽ നിന്നും റോഡ് നേരെ പോകുന്നത് ബാംഗ്ലൂർ മൈസൂർ ഭാഗത്തേക്കും വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ തിരിയുന്നത് മസനഗുഡി ഭാഗത്തേക്കുമാണ്. ആ ജംഗ്ഷന്റെ പേരാണ് തെപ്പക്കാട് ജംഗ്ഷൻ. ഈ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് വന്യജീവികളെ കാണാൻ സാധിക്കും. ആനയും മാനുകളും അതുപോലെ തന്നെ സാധിച്ചാൽ കടുവയും കുരങ്ങുകളും എല്ലാമുള്ള ഒരു വനമേഖലയാണ് ഇത്. ഒരുപാട് നിയന്ത്രണങ്ങൾ ഇവിടെയുണ്ട്. വാഹനങ്ങൾ നിർത്താനോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാനോ ഇവിടെ ഇറങ്ങി നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. അതിനെല്ലാം ഫൈനുണ്ട്. ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രാഫിക് ഇതിലൂടെ സഞ്ചരിക്കുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ധാരാളം ആനകളെയും അതുപോലെ തന്നെ കാട്ടാനയെയും ഒക്കെ കാണാൻ സാധിച്ചു. വാഹനത്തിലിരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം ഫോട്ടോയും വീഡിയോയും എടുക്കാനും സാധിച്ചു. വളരെ നിബിഡമായ വനങ്ങളും നല്ല കാഴ്ച സമ്മാനിക്കുന്ന കൗതുകമാർന്ന ശാന്തതയും എല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. 1940 തമിഴ്നാട്ടിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായി മുതുമലയെ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 2007 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഇതിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. പിന്നീട് 2010 കടുവകളുടെ സംരക്ഷണാർത്ഥവും വനമേഖലയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായും ഇതിന്റെ പ്രധാന ഭാഗം അതായത് കോർ ഏരിയ പൂർണ്ണമായും നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു. അതിനാൽ തന്നെ കർശന നിയന്ത്രണങ്ങളാണ് ഈ മേഖലകളിലെല്ലാം ഉള്ളത്. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഈ റോഡുകൾ ക്ലോസ് ചെയ്തിട്ടുന്നതും വാഹനം ഓടിക്കാൻ സാധിക്കുന്നതുമല്ല. ഈ ഏരിയകളിലെല്ലാം തന്നെ സമയമെടുത്ത് കാണാനുള്ളത് കൊണ്ടും ധാരാളം യാത്ര ചെയ്യാനുള്ളത് കൊണ്ടും തന്നെ വരുന്ന വഴിയിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വരേണ്ടതാണ്. ഒന്നുകിൽ ഗൂഡല്ലൂരിൽ നിന്നോ അതല്ലെങ്കിൽ നാടുകാണി അങ്ങാടിയിൽ നിന്നോ വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് പോരുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ 15 കിലോമീറ്റർ പിന്നിട്ടാൽ നമ്മൾ ചെന്നെത്തുന്നത് തെപ്പക്കാട് ജംഗ്ഷനിലാണ്. ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് തിരിയാനുള്ളത്. ഈ വലത്തോട്ട് തിരിയുന്ന ആ ഭാഗത്ത് തന്നെ അവിടെ ഒരു എലഫന്റ് ഫീഡിംഗ് ക്യാമ്പ് നിലകൊള്ളുന്നുണ്ട്. അവിടെ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. 30 രൂപയാണ് ഒരാൾക്ക് ഇങ്ങോട്ടുള്ള എൻട്രി ഫീ. രാവിലെ 8:30 മണി മുതൽ 9 മണി വരെ ആനകൾക്ക് ഫീഡിംഗ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ വൈകിട്ട് 5 മണി മുതൽ 5:30 മണി വരെ. ആ സമയങ്ങളിലെല്ലാം നമുക്കിവിടെ സന്ദർശിക്കുകയും ഈ ഫീഡിംഗ് നൽകുന്നത് കാണുകയും ചെയ്യാം. ഇങ്ങനെ ഒരു ക്യാമ്പ് 1927 സ്ഥാപിക്കപ്പെടുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ആന ഫീഡിംഗ് ക്യാമ്പാണത്. ഇതിന്റെ ഉദ്ദേശം കാടുകളിലും വനങ്ങളിലുമെല്ലാം
ധാരാളം ആനക്കുട്ടികളൊക്കെ ചിലപ്പോൾ അപകടം സംഭവിച്ച് ഒറ്റപ്പെട്ടു പോകുകയോ അതുപോലെ തന്നെ റോഡിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരികയോ ഒക്കെ ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ ആനക്ക് വേണ്ട സംരക്ഷണം നൽകുന്നതിനും അവയെ തീറ്റിപ്പോറ്റുന്നതിനുമാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സ്ഥാപിക്കാനുള്ള പ്രധാന കാരണം. ഇതിനു പുറമെ ആക്രമണകാരികളായിട്ടുള്ള ആനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്ന് ജനങ്ങളെയും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം സമയങ്ങളിൽ ഈ ആനകളെ മെരുക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി ഒരു പ്രത്യേക വിഭാഗം ആനകളെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ആനകളുടെ പറയുന്ന പേരാണ് കുങ്കി ആനകൾ. ഈ കുങ്കി ആനകളെ ഉപയോഗിച്ചാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ആനകളെ മെരുക്കിയെടുക്കുന്നതും നിയന്ത്രിച്ച് വനങ്ങളിലേക്ക് തന്നെ കയറ്റിവിടുന്നത്. ഓരോ ആനകൾക്കും ഇവിടെ പേര് നൽകിയിട്ടുണ്ട്. ആ പേരിനും അവരുടെ വയസ്സിനും തൂക്കത്തിനും അനുസരിച്ചാണ് അവർക്കെല്ലാം ഭക്ഷണങ്ങൾ തയ്യാറാക്കി വെക്കുന്നത്. എന്നിട്ട് ആ ഭക്ഷണം അവരുടെ പേരിന് നേരെ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആലകളിൽ അവരെ കൊണ്ടുവന്ന് കെട്ടും. ആ കെട്ടിയ ആനകൾക്ക് ഇവിടുന്ന് സ്റ്റാഫുകൾ അവരുടെ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുത്ത് അതായത് ആനകൾക്ക് അവരുടെ ആ ഒരു പേരിന് നേരെ അവരെ ഓരോ സ്ഥലത്തും കെട്ടിവെക്കും. ആ ആനകൾക്ക് തന്നെ കറക്റ്റായിട്ട് അവരുടെ ഭക്ഷണങ്ങൾ അതിൻ്റെ ചേരുവകളെല്ലാം ചേർത്ത് ആവശ്യമായ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം തന്നെ അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ഏജുകളും അവരുടെ തൂക്കവും എല്ലാം നോക്കി ആനകൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. ഇത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ആണ് ഈ സന്ദർശന സമയം വെച്ചതും ആനകളെ കുറിച്ച് വിശദീകരിക്കാനും ആനകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ആനകളുടെ സംരക്ഷണ രീതികളും ആനകളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഒക്കെയാണ് ഈ ഒരു ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. പരിശീലനം സിദ്ധിച്ചിട്ടുള്ള പാപ്പാന്മാർ ഇവരെ അടുത്തുള്ള പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഇവർക്ക് വേണ്ട പരിചരണം നൽകുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു ആന ക്യാമ്പ് ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്നത് 2023 അതായത് ദി എലഫന്റ് വിസ്പറേഴ്സ് എന്ന ഒരു ഷോർട്ട് ഡോക്യുമെൻ്ററി നിർമ്മിക്കുകയും അത് ബെല്ലി ബൊമ്മൻ എന്ന 2 പാപ്പാൻ ദമ്പതിമാരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന രഘു എന്ന ഒരു ആനക്കുട്ടിയെ ആസ്പദമാക്കിയായിരുന്നു അത് ചിത്രീകരിച്ചിരുന്നത്. അതിന് 2023 ഓസ്കാർ അവാർഡ് ഷോർട്ട് ഫിലിം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ക്യാമ്പ് ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. അതിനോടുള്ള ഒരു ആദര സൂചകമായി തമിഴ്നാട് ഗവൺമെൻറ് ഈ ബെല്ലിയെ ഇവിടുത്തെ ആദ്യത്തെ വനിതാ സ്ഥിരം ജീവനക്കാരിയായി നിയമിക്കുകയുണ്ടായി. ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു മണിക്കൂർ സമയം ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇതിനോട് ചേർന്ന് തന്നെ വലത്തെ ഭാഗത്തേക്കായിട്ട് മസനഗുഡിയിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ നിന്നും 8 കിലോമീറ്റർ ദൂരമാണ് മസനഗുഡിയിലേക്കുള്ളത്. ഒരു ഇടുങ്ങിയ റോഡാണ്, വലിയ വീതി എന്നുള്ള റോഡല്ല. ചിലയിടത്തെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. ഈ റോഡിലൂടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മസനഗുഡിയിലേക്കാണ് നമ്മൾ എത്തുക. മസനഗുഡി എന്നത് ചെറിയൊരു അങ്ങാടിയാണ്. ഈ 8 കിലോമീറ്റർ ദൂരവും നിലകൊള്ളുന്നത് മുതുമല ടൈഗർ റിസർവിന്റെ അകത്ത് തന്നെയാണ്. ആയതിനാൽ തന്നെ ധാരാളം മാനുകളും കാട്ടുപോത്തും വിവിധ ഇനം പക്ഷികളും കുരങ്ങന്മാരും എല്ലാം ധാരാളം ഈ മേഖലയിലെല്ലാം കാണാം. സമയം കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ആനയും കാണാൻ സാധിക്കും. ഇവിടങ്ങളിലെല്ലാം ധാരാളം സഫാരി വാഹനങ്ങളുണ്ട്. വനങ്ങളിലേക്ക് സഫാരി നടത്തുന്ന ഫോറസ്റ്റിന്റെ ജീപ്പുകളും ബസ്സുകളും എല്ലാം ഉണ്ട്. അവർ ആളുകളെ തേടി നമ്മളെ വാഹനങ്ങൾക്ക് കൈ കാണിച്ച് വരുന്നോ, യാത്രയുണ്ട്, ഇത്ര രൂപയാണ് ചാർജ് എന്നെല്ലാം പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്യും. താല്പര്യമുള്ളവർക്ക് അതിൽ കയറി വനമേഖലകളിലേക്ക് ചെന്നെത്താവുന്നതാണ്. പ്രൈവറ്റ് വാഹനങ്ങളൊന്നും പലയിടങ്ങളിലേക്കും അനുമതിയില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങളെ ആശ്രയിച്ചാണ് കാടിൻ്റെ അകത്തേക്ക് ഇനിയും കൂടുതലായിട്ട് ട്രക്കിംഗ് ഒക്കെ പോലെ ആളുകൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ഏരിയയിലെ പ്രധാന വിനോദസഞ്ചാര ഇടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും ഒന്നാമത്തത് മുതുമല ടൈഗർ റിസർവ് തന്നെയാണ്. രണ്ടാമതായിട്ടുള്ളത് തെപ്പക്കാട് ആന ക്യാമ്പ്, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ആന ക്യാമ്പാണ് രണ്ടാമത്തെ ഒരു കേന്ദ്രം. മൂന്നാമതായി നമുക്ക് മോയാർ നദിയും അതുപോലെ തന്നെ അതിനോട് ചുറ്റുപറ്റിയുള്ള ഒരു വ്യൂ പോയിന്റും ഉണ്ട്. നാലാമതായി മരവക്കണ്ടി ഡാം, 1951 നിർമ്മിച്ച ചെറിയൊരു ഡാമാണിത്. അങ്ങനെ നമ്മൾ നേരെ പ്രവേശിക്കുന്ന ഈ ഒരു അങ്ങാടിയാണ് മസനഗുഡി അങ്ങാടി. ഈ മസനഗുഡിയുടെ പ്രധാന ടൗണും അതുപോലെ തന്നെ ഒരു വാണിജ്യ കേന്ദ്രവുമാണ് ഈ ഒരു സ്ഥലം. ഇവിടെ നിന്നും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളതാണ് മോയാർ നദിയും അതുപോലെ തന്നെ മരവക്കണ്ടി ഡാമും സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഇതും നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഇവിടെയും സാധിച്ചാൽ വന്യമൃഗങ്ങളെ കാണാൻ നമുക്ക് സാധിക്കും. ഇത് ചെന്നെത്തുന്നത് ഈ ഒരു നദിയിലേക്കാണ്. നല്ല വെള്ളവും അതുപോലെ തന്നെ ഒരു കാഴ്ചയും സമ്മാനിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായും ഇതും. ഈ ഡാമിൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ജലവൈദ്യുതി പദ്ധതിയും ഇതിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഈ സ്ഥലം നിലകൊള്ളുന്നത് മോയാർ ഗ്രാമം അതല്ലെങ്കിൽ തീപ്പക്കാട് ഗ്രാമം എന്ന പേരിലും അറിയപ്പെടുന്നു. ജനങ്ങൾ നന്നായി വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്.
ഈ ഒരു ഏരിയ. കൂടുതലായി ആളുകൾ വിനോദസഞ്ചാര കേന്ദ്രമായി കാണുന്നതും ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അതുപോലെ തന്നെ ഇവിടെ ജീവിത രീതികൾ തൊട്ടറിയാനുമൊക്കെയായി ആളുകൾ കൂടുതലായി ഇവിടെ സന്ദർശിക്കാറുണ്ട്. കാട്ടിൽ നിന്ന് വരുന്ന മൃഗങ്ങളുമെല്ലാം വെള്ളം കുടിക്കുന്നതിനും കുളിക്കുന്നതിനുമെല്ലാം ഈ നദികൾ അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. അതും പല സമയത്തായി നമുക്ക് സാധിച്ചാൽ അതിൻ്റെ കാഴ്ചകളും കാണാവുന്നതാണ്. ഈ ഒരു ഗ്രാമവും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടുത്തെ ഈ തണലും ഒക്കെ നല്ലൊരു ആസ്വാദനമാണ് തീർച്ചയായും നമുക്ക് സമ്മാനിക്കുന്നത്. ഈ മോയാർ നദിക്ക് ചുറ്റിലുമായി താമസിക്കുന്ന ആളുകളുടെ വീടുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു വ്യൂ പോയിന്റും ഈ ഒരു വ്യൂ പോയിന്റിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ച് നമ്മൾ മസനഗുഡി അങ്ങാടിയിലേക്ക് തന്നെ വന്ന് നേരെ ഊട്ടിയിലേക്കുള്ള ഒരു പാതയിലേക്ക് നമ്മൾ തിരിയുകയാണ് ചെയ്യുന്നത്. വാഹനത്തിൽ പെട്രോൾ അടിക്കാനൊക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ നയാരയുടെ ഒരു പമ്പുണ്ട്. അവിടുന്ന് വേണ്ട രീതിയിൽ പെട്രോൾ അടിച്ച് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. പിന്നീട് ഊട്ടിയിലെത്തിയാൽ മാത്രമേ നമുക്ക് പെട്രോൾ ലഭിക്കുകയുള്ളൂ. തെപ്പക്കാട് മുതൽ മസനഗുഡി വരെ നമ്മൾ ഒരു ഇടുങ്ങിയ റോഡിനാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് റോഡ് രണ്ട് വരി പാതയായി മാറുകയാണ് ചെയ്യുന്നത്. നല്ല വീതിയുള്ള സൗകര്യമുള്ള നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റോഡാണ് ഇവിടുന്ന് നേരെ കല്ലട്ടി ചുരം വഴി ഊട്ടി വരെ പോകുന്നത്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ റോഡിൻ്റെ ഇരുവശവും നല്ല സുന്ദരമായ കാഴ്ചകളാണ് നൽകുന്നത്. ഇവിടെയും നമ്മൾക്ക് സാധിച്ചാൽ മയിലുകൾ, മാനുകൾ, മറ്റ് തരം മൃഗങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കാണാനാകും. ഈ ഏരിയയിൽ അഞ്ചാമതായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വിവൃതിമലൈ മുരുകൻ ക്ഷേത്രം. ബൊക്കപുരം എന്ന ഗ്രാമത്തിലെ ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ധാരാളം ആളുകൾ ദർശനത്തിനും അതുപോലെ തന്നെ കാണുന്നതിനുമായി ആ ഇടം സന്ദർശിക്കാറുണ്ട്. പിന്നെ ആറാമതായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്ന ബൈസൺ വ്യൂ പോയിന്റ്. ഈ ബൈസൺ വ്യൂ പോയിന്റ് നിലകൊള്ളുന്നത് കല്ലട്ടി ചുരത്തിൻ്റെ മുകളിലാണ്. അവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. ഈ ഒരു മസനഗുഡി ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പിന്നുകളും എല്ലാം നമുക്ക് അവിടുന്ന് വളരെ ഭംഗിയായി കാണാൻ സാധിക്കും. പിന്നെ ഏഴാമതായി നമുക്കൊരു വിനോദസഞ്ചാര കേന്ദ്രമായി പറയാൻ പറ്റുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. അത് ഇതിനോട് ചേർന്ന് തന്നെ കർണാടകയുടെ ഒരു അതിർത്തി പ്രദേശമാണ് ബന്ദിപ്പൂർ. അത് കർണാടകയിലേക്ക് കടന്നിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാംഗ്ലൂർ മൈസൂർ പോകുന്ന വഴി ആ റോഡിന് നേരെ അങ്ങോട്ട് പോയാൽ നമുക്ക് ബന്ദിപ്പൂരിലും എത്താൻ സാധിക്കും. സമയമുള്ള ആളുകൾക്ക് അതും സന്ദർശിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കല്ലട്ടി ചുരത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. 36 ഹെയർ പിന്നുകളുള്ള അതിമനോഹരമായ ഒരു ചുരമാണ് ഈ കല്ലട്ടി ചുരം. മസനഗുഡിയിൽ നിന്നും കല്ലട്ടി ചുരം തീരുന്നതുവരെ ഏകദേശം 30 കിലോമീറ്റർ ദൂരദൈർഘ്യമാണ് ഉള്ളത്. മസനഗുഡി എന്നുള്ളത് ഊട്ടിക്കും അതുപോലെ തന്നെ ഈ മുതുമല ടൈഗർ റിസർവിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ്. മസനഗുഡി എന്നത് ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതിന് കീഴിൽ പ്രധാനമായും 5 ഗ്രാമങ്ങളാണുള്ളത്. ഒന്ന് മസനഗുഡി തന്നെയാണ്, മറ്റൊന്ന് ബൊക്കപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് രണ്ടാമത്തത്. മൂന്നാമത് മാവൻ ഹല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമം കൂടിയുണ്ട്. അതിനു പുറമെ ആനക്കട്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. തീപ്പക്കാട് അതല്ലെങ്കിൽ മോയാർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ട്. അതുപോലെ ഇത്തരം 5 ഗ്രാമങ്ങളാണ് ചേർന്നതാണ് ഈ മസനഗുഡി പഞ്ചായത്ത് ഉൾക്കൊള്ളുന്നത്. ഇവിടെ എല്ലാം കൂടി ഏകദേശം ഒരു 20,000-നടുത്ത് ആളുകൾ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവരുടെ ജാതിയും ഗോത്രങ്ങളും എല്ലാം പല രീതിയിലാണ്. കാട്ടുനായ്ക്കർ, അതുപോലെ തന്നെ കുറുമ്പർ തുടങ്ങിയ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ചെറു ഗ്രാമങ്ങളും ഇതിനു പുറമേ ഉണ്ട്. ഈ ബൊക്കപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ടൂറിസ്റ്റ് ഹോമുകളും അതേപോലെ തന്നെ റിസോർട്ടുകളും എല്ലാമുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെ കൂടുതൽ ആളുകൾ രാത്രി താമസിക്കുന്നതിനും മറ്റുമായി തിരഞ്ഞെടുക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ബൊക്കപുരം. ആകെ 38 ജില്ലകളുള്ള തമിഴ്നാടിൻ്റെ ഒരു പ്രധാന ജില്ലയാണ് നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഈ പറയുന്ന മസനഗുഡിയും ഗൂഡല്ലൂരും കോട്ടഗിരിയും കൂനൂറും ഊട്ടിയും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത്. ഊട്ടിയാണ് നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ആസ്ഥാനം. നേരത്തെ പറഞ്ഞ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള മുതുമല ടൈഗർ റിസർവിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് 108 ചതുരശ്ര കിലോമീറ്ററാണ്. അത്രയും വിസ്തൃതിയിൽ അങ്ങാടികളോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ വാണിജ്യ സ്ഥാപനങ്ങളോ പാടുള്ളതല്ല. അതിനോട് ചുറ്റുമായി 213 ചതുരശ്ര കിലോമീറ്റർ ബഫർ സോണുണ്ട്. ആ ബഫർ സോണിലാണ് ചെറിയ രീതിയിലെങ്കിലും നിർമ്മാണങ്ങളും അതുപോലെ തന്നെ മസനഗുഡി പോലുള്ള ടൗണുകളും നിലകൊള്ളുന്നത്. പരമാവധി 2 നില കെട്ടിടങ്ങളാണ് അവിടെയെല്ലാം അനുവദിക്കുന്നത്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകളോ വലിയ റിസോർട്ടുകളോ കമാനങ്ങളോ ഒന്നും അവിടങ്ങളിൽ പാടുള്ളതല്ല. 36 ഹെയർ പിന്നുള്ള ഈ ഒരു ചുരത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് രജിസ്ട്രേഷൻ അല്ലാത്ത മറ്റ് സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്ക് ഊട്ടിയിൽ നിന്നും മസനഗുഡിയിലേക്ക് പ്രവേശനമില്ല. ഇവിടുന്ന് മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്ക് കയറ്റം കയറി പോകാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു പ്രധാന കാരണം പരിചയസമ്പന്നരല്ലാത്ത ഡ്രൈവർമാരായത് കാരണം ഈ ചുരത്തിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ചുരത്തിന് ഏറ്റവും മുകളിൽ കല്ലിൽ കുത്തിയ കടുവയുടെ രൂപത്തിൽ വെൽക്കം ടു മുതുമലൈ ടൈഗർ റിസർവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചുരത്തിൽ വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പ്രധാന നിയന്ത്രണത്തിന് കാരണം ഈ ഭാഗങ്ങളിലെല്ലാം വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത ഡ്രൈവർമാർ നിരന്തരം ബ്രേക്ക് ഉപയോഗിച്ച് ബ്രേക്ക് ഷൂ
നഷ്ടപ്പെടുകയും അതുവഴി അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാരണമായി പറയുന്നത്. ഈ ഒരു കാരണം നേരത്തെ നമ്മൾ പൊള്ളാച്ചി ചുരത്തിൽ കേരളത്തിൽ നിന്നും ടൂർ പോയിട്ടുള്ള ഒരു വാൻ മറിയുകയും 13 ആളുകൾ മരണത്തിന് ഇടയാക്കുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നാൽ 2 വീലറുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. ഈ ചുരത്തിൻ്റെ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ചുറ്റുഭാഗം വീടുകളും അതുപോലെ തന്നെ ഈ ഒരു മനോഹരമായ മലകളും കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ മേഖലകളും എല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ വ്യൂ പോയിന്റിൽ നിന്നും വീണ്ടും നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലെ ആ ഒരു ജംഗ്ഷനായിട്ടുള്ള തലൈക്കുണ്ട എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തും. ഇവിടെ നിന്നും നേരെ നമ്മൾ പോകുന്നത് ഊട്ടി ടൗണിലേക്കാണ്. വീണ്ടും ഒരു 10 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഊട്ടി ടൗണിലെത്തും. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പല പ്രാവശ്യം പോയ സ്ഥലമാണ് ഊട്ടി. ഊട്ടി ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. ടോയ് ട്രെയിൻ മുതൽ ബോട്ടണിക്കൽ ഗാർഡൻ, കർണാടിക് ഗാർഡൻ, അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്പോട്ട്, ഗൂഡല്ലൂരിലേക്ക് തിരിച്ചു പോകുന്ന വഴിയുള്ള സൂയിസൈഡ് പോയിൻ്റ്, ലേക്കുകൾ, ടോയ് ട്രെയിനുകൾ, അങ്ങനെ എല്ലാം ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന അതിമനോഹരമായ നീലഗിരി കുന്നിൻ ചെരുവിൻ്റെ ഒരു പ്രദേശമാണ് ഈ ഒരു ഊട്ടി എന്നുള്ളത്. ഓരോ ആളുകളുടെ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് ആളുകളുടെ സമയമനുസരിച്ച് അവർക്ക് ലഭ്യമായ സമയമനുസരിച്ച് അവർക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.